ക്യാപ്റ്റൻ അമേരിക്കയും ഹോക്കയും ഉൾസിസ് ക്ലോയുമായിട്ട് ഒരു കാട്ടിൽ ഫൈറ്റ് ചെയ്യുവാണ്. വക്കാണ്ടൻ വൈബ്രേനിയം അടിച്ചു മാറ്റാൻ ശ്രമിക്കുവാണ് ഉൾസിസ് ക്ലോ. പെട്ടെന്ന് തന്നെ തണ്ടർ ബോൾസ് അവിടേക്ക് എത്തുന്നു. അത് കണ്ട ഉൾസിസ് ക്ലോ തന്റെ വെപ്പന്റെ സഹായത്തോടെ തന്റെ ക്ലോൺസിനെ ഉണ്ടാക്കുന്നു. അവഞ്ചേഴ്സും തണ്ടർ ബോൾസും ആ ക്ലോൺസുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് സോങ് ബേർഡിന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക ഉൾസിസ് ക്ലോയുടെ ക്ലോൺസിനെ ഇല്ലാതാക്കുന്നു. ഈ സമയത്ത് അവഞ്ചേഴ്സിനെയും തണ്ടർ ബോൾസിനെയും തന്റെ വെപ്പന്റെ സഹായത്തോടെ ആക്രമിക്കുവാണ് ഉൾസിസ് ക്ലോ. എന്തായാലും സിറ്റിസൺ വിയുടെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക ഉൾസിസ് ക്ലോയെ ഡിഫീറ്റ് ചെയ്യുന്നു. ഉൾസിസ് ക്ലോ ആ വൈബ്രേനിയം എടുത്തോണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സിറ്റിസൺ വി അയാളെ തടയുന്നു. സത്യത്തിൽ ഉൾസിസ് ക്ലോയെ വൈബ്രേനിയം സ്റ്റോൾ ചെയ്യാൻ അയച്ചത് തന്നെ സിറ്റിസൺ വി ആണ്. ഉൾസിസ് ക്ലോയെ ഡിഫീറ്റ് ചെയ്ത് അവൻ സ്റ്റോൾ ചെയ്ത വൈബ്രേനിയം അവഞ്ചേഴ്സിന് കൈമാറുകയാണ് സിറ്റിസൺ വി. എന്നിട്ട് ഉൾസിസ് ക്ലോയുടെ ബോഡിയിലും ആ വൈബ്രേനിയത്തിലും ഒരു ഡിവൈസ് ഘടിപ്പിക്കുവാണ് സിറ്റിസൺ വി. ഉൾസിസ് ക്ലോയെ അവഞ്ചേഴ്സിന്റെ സെല്ലില് അടയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ സിറ്റിസൺ വി വെച്ച ആ ഡിവൈസ് വർക്ക് ആകുകയും വൈബ്രേനിയം ഉൾസിസ് ക്ലോയുമായിട്ട് മെർജായിട്ട് ഉൾസിസ് ക്ലോ ഒരു വൈബ്രേനിയമായിട്ട് മാറുകയാണ്. അവഞ്ചേഴ്സും ഉൾസിസ് ക്ലോയുടെ വൈബ്രേനിയം വേർഷനുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. അവഞ്ചേഴ്സ് ഉൾസിസ് ക്ലോയെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ഉൾസിസ് ക്ലോ വീണ്ടും ശക്തനാവുകയാണ്. പെട്ടെന്ന് തന്നെ തണ്ടർ ബോൾസ് അവിടേക്ക് വന്നിട്ട് അവരുടെ എല്ലാ പവേഴ്സും ഉപയോഗിച്ച് ഉൾസിസ് ക്ലോയെ വൈബ്രേനിയത്തിൽ നിന്നും വേർപെടുത്തുന്നതോടെ ഉൾസിസ് ക്ലോ ചിന്നിച്ചിതറുകയാണ്. അതെ, ഉൾസിസ് ക്ലോ ഇല്ലാതായി. പിന്നീട് തണ്ടർ ബോൾസിന്റെ ബേസിലേക്ക് പോയ ഹോക്കൈ തണ്ടർ ബോൾസ് കള്ളന്മാരാണെന്നും അവരെ ബാരൻ സീമ ആണ് കൺട്രോൾ ചെയ്യുന്നതെന്നും അവർ സത്യത്തിൽ മാസ്റ്റേഴ്സ് ഓഫ് ഈവിൾ ആണെന്നും കണ്ടുപിടിക്കുന്നു. മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് ഹോക്കൈയെ കണ്ടു. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് അവിടേക്ക് വന്നിട്ട് അവഞ്ചേഴ്സ് അസംബിൾ ആവുകയാണ്. അവഞ്ചേഴ്സും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുവാണ്. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് തന്റെ ശത്രുവായിട്ട് പോലും സ്ക്രീമിംഗ് മിമിയെ ഒരു വലിയ അപകടത്തിൽ നിന്നും ക്യാപ്റ്റൻ അമേരിക്ക സേവ് ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്ക മോട്ടിവേറ്റ് ചെയ്യുന്നതോടെ ബാരൻ സീമോ തങ്ങളെ യൂസ് ചെയ്യുവാണെന്ന് മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് മനസ്സിലാക്കുന്നു. അവഞ്ചേഴ്സും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളും ടീമപ്പ് ചെയ്ത് ബാരൻ സീമോയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാരൻ സീമോ ഉൾസിസ് ക്ലോയുടെ വൈബ്രേനിയം മെഷീന്റെ പവേഴ്സ് ഉപയോഗിച്ച് അവഞ്ചേഴ്സിനെയും മാസ്റ്റേഴ്സ് ഓഫ് ഈവിളിനെയും ട്രാപ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിക്കുവാണ്. അവഞ്ചേഴ്സിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തായാലും സോങ് ബേർഡിന്റെ സഹായത്തോടെ ക്യാപ്റ്റൻ അമേരിക്ക ആ ട്രാപ്പ് നശിപ്പിക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട സീമോ ജനങ്ങളോടും മീഡിയയോടും അവഞ്ചേഴ്സും തണ്ടർ ബോൾസും ഇല്ലാതായെന്നും സിറ്റിസൺ വി ആയ ഞാൻ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ എന്നും പറയുന്നു. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സും തണ്ടർ ബോൾസും അവിടേക്ക് എത്തുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക സിറ്റിസൺ വിയുടെ തനി നിറം ജനങ്ങൾക്കും മീഡിയയ്ക്കും കാട്ടിക്കൊടുക്കുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ബാരൻ സീമോയെ തണ്ടർ ബോൾസ് വളയുന്നു. പെട്ടെന്ന് തന്നെ സീമോ ഉൾസിസ് ക്ലോയുടെ പവേഴ്സ് ഉപയോഗിച്ച് വൈബ്രേനിയത്തിന്റെ സഹായത്തോടെ ഭീമനായ എനർജി മോൺസ്റ്റർ ആയിട്ട് മാറുകയാണ്. അവഞ്ചേഴ്സും എനർജി മോൺസ്റ്ററുമായിട്ട് ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. പോരാട്ടത്തിനൊടുവില് ക്യാപ്റ്റൻ അമേരിക്കയുടെയും സോങ് ബേർഡിന്റെയും സഹായത്തോടെ അവഞ്ചേഴ്സും തണ്ടർ ബോൾസും കണ്ടിന്യൂസ് ആയിട്ട് ആക്രമിച്ച് എനർജി മോൺസ്റ്ററിനെ ഇല്ലാതാക്കുന്നു. അങ്ങനെ ബാരൻ സീമോ ഇല്ലാതായി. മാസ്റ്റേഴ്സ് ഓഫ് ഈവിള് ഇനി മുതൽ ഹീറോസ് ആണ്. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.